അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഈ പൈലറ്റുമാർ ഇപ്പോൾ വലിയ കലിപ്പിലാണ്. കാരണം പൈലറ്റുമാർ പറയുന്നത് പൈലറ്റുമാരെ ആക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ ശ്രദ്ധക്കുറവാണ്, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ പ്രശ്നമാണ് ഈ വിമാനാപകടത്തിന് കാരണമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പൈലറ്റ് അസോസിയേഷൻ അവരെല്ലാം കൂടെ ചേർന്ന് ഒരു നിയമ നടപടിക്കൊക്കെ ഒരുങ്ങുകയാണ്. അതോടൊപ്പം സമരവും ഒക്കെ വരുമെന്നാണ് കേട്ടത്. എന്താണ് വിശദാംശങ്ങൾ? ചേട്ടാ, ഈ അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അപകടത്തിന് കാരണം എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്ധന വിതരണത്തിൻ്റെ സ്വിച്ച് അത് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടിയിരുന്ന ആ സ്പോട്ടിൽ നിന്ന് മാറി കട്ട് ഓഫ് എന്ന് പറയുന്ന ആ സ്പോട്ടിലേക്ക് മാറിക്കിടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് നമുക്ക് വേറെ ചെയ്യാം. കാരണം അതിൻ്റെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പൈലറ്റ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം പുറത്തു വന്ന റിപ്പോർട്ടിൽ ഇതാരാണോ അന്വേഷിച്ചത് ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ആളുടെ സിഗ്നേച്ചർ ഉണ്ടാകണം, സീൽ ഉണ്ടാകണം. ഇത് രണ്ടും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പൈലറ്റിൻ്റെ അലംഭാവം അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടിയ വോയിസ് റെക്കോർഡ് പരിശോധിച്ചപ്പോൾ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നു എന്തിനാണ് അത് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. രണ്ടാമത്തെ പൈലറ്റ് അല്പസമയം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഞാനല്ല ഓഫ് ചെയ്തത് എന്ന് പറയുന്നു. പിന്നീടുള്ളത് ഒന്നും അതിനകത്തില്ല, അപ്പോഴേക്ക് വിമാനം വീണു എന്നാണ് പറയുന്നത്. ഇതിൽ മെയിൻ പൈലറ്റ്, ക്യാപ്റ്റൻ അല്ല ആ സമയത്ത് വിമാനം പറത്തിയിരുന്നത്, സഹ പൈലറ്റാണ്. ഈ ഇന്ധന വിതരണ സ്വിച്ച് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊന്നും ഈ പറഞ്ഞതുപോലെ ഈ വിമാനം പറത്തുന്ന പൈലറ്റ് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും എൻഗേജ്ഡ് ആയിരിക്കും. അദ്ദേഹത്തിന് മറ്റ് വിമാനവുമായി ബന്ധപ്പെട്ട ജോലികളുണ്ടാവും. ഈ ഇന്ധന വിതരണ സ്വിച്ച് വേറൊരു സ്ഥലത്താണ്, അത് ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. പിന്നെ മറ്റേ പൈലറ്റ് ആയിരിക്കണം ഇത് ഓഫ് ചെയ്തിരിക്കുന്നത് എന്നാണ് നിഗമനം. ഇതെല്ലാം നിഗമനങ്ങളാണ്. നമുക്കാർക്കും ഈ കോക്പിറ്റിനകത്ത് കയറി ഈ കോക്പിറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ കോക്പിറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാം. ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് ധാരണയില്ല. ഈ ധാരണയുള്ള ആളുകൾ ഇതിനകത്ത് ഇത് വിമാനം പറത്തിയിട്ടുള്ള പൈലറ്റുമാർക്ക് മാത്രമാണ് ഇതിൽ കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30 ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ 31ാമത്തെ ദിവസം അർദ്ധരാത്രിയിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ പൈലറ്റിൻ്റെ അലംഭാവം അല്ലെങ്കിൽ പൈലറ്റാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് വാൾ സ്ട്രീറ്റ് ജേണലാണ്. വാൾ സ്ട്രീറ്റ് ജേണൽ ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ചുവട് പിടിച്ച് റോയിറ്റേഴ്സ് കൂടി ഇതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരു പൈലറ്റിന് മാത്രമേ ഇങ്ങനെ ഇന്ധന വിതരണ സ്വിച്ചിൻ്റെ സ്ഥാനചലനത്തിന് കാരണമാകാൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹമാണ് ഇതെങ്ങനെ ചെയ്തത് എന്ന രീതിയിലുള്ള കൃത്യമായിട്ട് ഇത് പൈലറ്റിൻ്റെ അലംഭാവം അല്ലെങ്കിൽ പൈലറ്റിൻ്റെ കൃത്യനിർവഹണം കൊണ്ട് ആണ് ഈ അപകടം ഉണ്ടായതെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ വാർത്തകൾ കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൈലറ്റിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൈലറ്റുമാർക്കും കൊള്ളുമല്ലോ, കൊള്ളും. അപ്പോൾ എല്ലാ പൈലറ്റുമാരും ഇവരുടെ അസോസിയേഷൻ തന്നെ പരസ്യമായിട്ട് രംഗത്ത് വന്നു. അതായത് ഈ റിപ്പോർട്ടിനകത്ത് എവിടെയും പൈലറ്റാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ പൈലറ്റിനെ കുറ്റം പറയാം? ഇതിൻ്റെ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു പ്രശ്നം, ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാധ്യമങ്ങളെങ്കിലും പൈലറ്റാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞതിന് പുറമെ പൈലറ്റിൻ്റെ അമ്മ അങ്ങനെയായതുകൊണ്ട് ഈ പൈലറ്റ് ഇങ്ങനെ ചെയ്തു, ഇദ്ദേഹം വിഷാദരോഗിയായിരുന്നു, പൈലറ്റിൻ്റെ അച്ഛൻ കിടപ്പിലായതുകൊണ്ട് ഈ പൈലറ്റ് അങ്ങനെ ചെയ്തു, പിന്നെ ഈ പൈലറ്റിനില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. 8000 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ളൊരു പൈലറ്റ്, ആ പൈലറ്റ് അന്ന് വിമാനം പറത്താൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്നിറങ്ങി കെയർ ടേക്കറോട് പറഞ്ഞത് ഞാൻ വരുന്നത് വരെ എൻ്റെ അച്ഛനെ ഒന്ന് നോക്കിക്കൊള്ളണേ, ഞാൻ വന്നിട്ട് ബാക്കി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഒരു പൈലറ്റ്, അത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പൈലറ്റ്, ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ചെയ്തി ചെയ്യുന്നതിന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് തന്നെയാണ് പൈലറ്റ് അസോസിയേഷനും പറയുന്നത്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും സന്തോഷവാനായിട്ട് ഇറങ്ങിപ്പോയ ഒരാൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പിന്നീട് കണ്ട വാർത്താ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ മാധ്യമങ്ങളിലും മുഴുവൻ പറഞ്ഞത് പൈലറ്റിൻ്റെ അച്ഛൻ അങ്ങനെ, അതുകൊണ്ട് പൈലറ്റ് വിമാനം താഴെ ഇട്ടു, പൈലറ്റിൻ്റെ അമ്മ അങ്ങനെ, അതുകൊണ്ട് പൈലറ്റ് അങ്ങനെ, പൈലറ്റ് ഇങ്ങനെ, പൈലറ്റിൻ്റെ കുടുംബക്കാരിങ്ങനെ, പൈലറ്റിന് ചേട്ടാ, ഒരു വിമാനം പറത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ വിമാനം പറത്താൻ പോകുന്ന പൈലറ്റിൻ്റെ
മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ ആ വിമാനം പറത്താൻ ക്യാപ്റ്റനായിട്ട് നിയോഗിക്കുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന വസ്തുതയാണ്. ഒരു വിമാനം പറത്താൻ പോകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അവർ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇത് 1-2 ആളുകളെയും കൊണ്ട് പോകുന്ന ബൈക്കോ ടൂ വീലറോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് ആകാശത്തൂടെ പറത്തുന്നതാണ്. 300-300-ലധികം ആളുകളുടെ ജീവനുമായിട്ട് പറക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ പറക്കുന്ന ഒരു സാധനം കൊണ്ടുപോകുന്ന ഒരു പൈലറ്റിന് വെറും ഒരു ടൂ വീലറിൻ്റെയോ ജീപ്പിൻ്റെയോ ചാവി കൊടുക്കും പോലെ അതിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തിട്ട് വിടാൻ സാധിക്കുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനം പറക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ പരിശോധനകൾ നടത്തണം. അതിനൊരു ചെക്ക് റിപ്പോർട്ടുണ്ട്. ആ ചെക്ക് റിപ്പോർട്ട് പരിശോധനകൾ നടത്തി അത് സീൽ ചെയ്യണം. അത് സീൽ ചെയ്തതിന് ശേഷം വീണ്ടും ഈ പൈലറ്റ് ഈ കോക്പിറ്റിനകത്ത് കയറിയിട്ട് കോക്പിറ്റിനകത്ത് അത് പരിശോധിക്കണം. ആ പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമേ ഈ വിമാനം പറത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൈലറ്റ് അസോസിയേഷൻ പറയുന്നത് എന്താ, ഞങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ വിമാനം പറത്തി പരിചയമുള്ള ഒരാളെയാണ് ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കുന്നത്. ആ മനുഷ്യനെ അധിക്ഷേപിക്കുന്നതോടൊപ്പം ഇത് പൈലറ്റുമാരെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേണലിനെതിരെയും ഈ പറഞ്ഞ റോയിറ്റേഴ്സിനെതിരെയും ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും കൃത്യമായിട്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പൈലറ്റ് അസോസിയേഷൻ. അവർ പറയുന്നത് കാര്യം, ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്ന 4 പേപ്പറിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എവിടെയും പൈലറ്റാണ് ഈ അപകടത്തിന് കാരണം, പൈലറ്റ് മനഃപൂർവ്വം ചെയ്തു വെച്ചതാണ് ഈ അപകടം എന്ന് കൃത്യമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ റിപ്പോർട്ടിന് ഒരു വിശ്വാസ്യതയില്ല. അവർ പറയുന്ന കാര്യം കറക്റ്റാണ്. ഈ അന്വേഷണ ഏജൻസികളിൽ എവിടെയും ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഒരു പൈലറ്റിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു പൈലറ്റിന് മാത്രമാണ് കോക്പിറ്റിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഒരു പൈലറ്റ് കയറി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. പക്ഷേ 3-4 അന്വേഷണ സംഘങ്ങളുള്ളതിൽ ഒരന്വേഷണ സംഘത്തിൽ പോലും ഒരു പൈലറ്റിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ പറയുന്ന കാര്യത്തിൽ അടിസ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ ഉൾപ്പെടുത്താത്തടത്തോളം കാലം പുറത്തു നിന്ന് കാണുന്ന കുറേ ആളുകൾ എഴുതി ചേർക്കുന്ന ഒരു റിപ്പോർട്ടിന് അതിന് യാതൊരു വാലിഡിറ്റിയുമില്ല. ആ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ ആണ് വിവിധ മാധ്യമങ്ങൾ പൈലറ്റിൻ്റെ പേരിലേക്ക് കുറ്റം ചുമത്തുന്നത്. അപ്പോൾ അങ്ങനെ പൈലറ്റിന് തലയിൽ കുറ്റം ചുമത്തുമ്പോൾ അത് ഞങ്ങളെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇതിൽ അന്തിമ റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല. 3 മാസമാണ് ഏകദേശം അന്തിമ റിപ്പോർട്ട് വരാനുള്ള സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിവിധ മാധ്യമങ്ങളും വിവിധ കോണുകളിൽ നിന്നുമൊക്കെ പല രീതിയിലുള്ള കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വാർത്തകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ട് അപകടമുണ്ടായി, ഇന്ന കാരണം കൊണ്ടുണ്ടായി. അതിൽ ഈ പറയുന്ന മാധ്യമങ്ങളാണെങ്കിലും ഈ പറയുന്ന ചില ഏജൻസികളാണെങ്കിലും ഒന്നും ഇതിൽ കൃത്യമായിട്ട് പഠനം നടത്തുകയോ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയോ ചെയ്യാതെ അവർക്ക് തോന്നുന്ന രീതിയിൽ മെനച്ചെടുക്കുന്ന ചില കാഴ്ചകൾ, അവരുടെ ചില ചിന്തകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പൈലറ്റ് അസോസിയേഷൻ പറയുന്നു, ഈ അപകടത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അന്വേഷണം നടത്താത്തിടത്തോളം കാലം ഇങ്ങനെ ഒരു അടിസ്ഥാനമില്ലാതെ സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിൻ്റെ ബലത്തിൽ ഏതാനും ചില മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ കുറച്ചെങ്കിലും പൈലറ്റുമാർക്ക് അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള റിപ്പോർട്ടിന് അടിസ്ഥാനമില്ലാത്തിടത്തോളം കാലം ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത, അതിനെതിരെ ഞങ്ങൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പൈലറ്റ് അസോസിയേഷൻ്റെ തീരുമാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.